എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുവഹത്തിയിലെ മൈതാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ട നാണംകെട്ട തോൽവിക്ക് ശേഷം മുഴുവൻ ക്രിക്കറ്റ് ലോകവും സ്തംഭിച്ചു നിൽക്കുകയാണ്. CSKയുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പോലും തന്റെ കോപമടക്കാനായില്ല. മത്സരശേഷം ഡ്രസ്സിംഗ് റൂം മുതൽ പ്രസ് കോൺഫറൻസ് വരെ നമ്മൾ കണ്ടത് ധോണിയുടെ ഇതുവരെ കാണാത്ത രോമാഞ്ചമുണ്ടാക്കുന്ന രൗദ്രഭാവമാണ്. തോൽവിയുടെ കൈപ്പേറിയ കാരണങ്ങൾ തുറന്നടിക്കുക മാത്രമല്ല, ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ നായകത്വത്തെയും ടീമിന്റെ മോശം കളിയെയും അദ്ദേഹം അതിനിശിതമായി വിമർശിക്കുകയും ചെയ്തു. ഗുവഹത്തിയിലെ ചരിത്രപ്രസിദ്ധവും ആരവങ്ങൾ മുഴങ്ങുന്നതുമായ ബർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ IPL 2026 ഏറ്റവും വലിയ ഹൈ വോൾട്ടേജ് പോരാട്ടങ്ങളിലൊന്ന് ആരംഭിച്ചപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഇങ്ങനെ മുട്ടുകുത്തുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രാജസ്ഥാന്റെ യുവ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ടോസ് നേടി യാതൊരു മടിയും കൂടാതെ ബൌളിംഗ് തിരഞ്ഞെടുത്തതോടെയാണ് നാടകീയതകൾ ആരംഭിച്ചത്. രാജസ്ഥാൻ ബൌളർമാർ തുടക്കം മുതൽ തീപാറുന്ന പന്തേറാണ് പുറത്തെടുത്തത്. സഞ്ജു സാംസൺ പൊരുതി നേടിയ 67 റൺസും ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ 61 റൺസും മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ബാറ്റർമാർ വെറും കാഴ്ചക്കാരായി മാറുകയും പവലിയനിലേക്ക് ഘോഷയാത്ര നടത്തുകയും ചെയ്തതോടെ വെറും 127 റൺസ് എന്ന ചെറിയ സ്കോറിലേക്ക് ചെന്നൈയുടെ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും യുവതാരം വൈഭവ് സൂര്യവംശിയും ആദ്യ 5 പന്തുകളിൽ തന്നെ 14 റൺസ് അടിച്ചുകൂട്ടി ചെന്നൈ ബൌളർമാരുടെ നിസ്സഹായത തുറന്നുകാട്ടി. ഈ ദയനീയ പരാജയത്തിനു ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ ധോണിയുടെ മുഖത്ത് കടുത്ത നിരാശയും കണ്ണുകളിൽ കോപവും നേളിച്ചിരുന്നു. യാതൊരു മറയുമില്ലാതെ ചെന്നൈയുടെ തകർച്ചയ്ക്ക് കാരണമായ 7 പ്രധാന കാരണങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. ടീമിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച മുൻനിര ബാറ്റർമാരുടെ നിരുത്തരവാദപരമായ സമീപനമായിരുന്നു ആദ്യത്തെ കാരണം. സഞ്ജുവും ഋതുരാജും ക്രീസിൽ സമയം ചിലവഴിച്ചെങ്കിലും മറ്റാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ശിവം ദുബെ, മാത്യു ഷോട്ട് എന്നിവരെ പോലുള്ള സ്ഫോടനാത്മക താരങ്ങൾ സമ്മർദ്ദത്തിനു മുന്നിൽ പൂർണ്ണമായും തകർന്നുപോയ മിഡിൽ ഓർഡറിന്റെ ദയനീയ കീഴടങ്ങലാണ് രണ്ടാമത്തെ കാരണം. മധ്യ ഓവറുകളിൽ അമിതമായി ഡോഗ് ബോളുകൾ കളിച്ചതും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിലെ പരാജയവും സ്കോർ ബോർഡിനെ നിശ്ചലമാക്കിയതാണ് മൂന്നാമത്തെ വീഴ്ചയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയെ ധോണി രൂക്ഷമായി വിമർശിച്ചു. പവർ പ്ലേയിലെ ഫീൽഡിംഗ് വിന്യാസത്തിലായാലും നിർണായക നിമിഷങ്ങളിലെ ബൌളിംഗ് മാറ്റങ്ങളിലായാലും നായകൻ എന്ന നിലയിൽ ഋതുരാജിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായും ദിശാബോധമില്ലാത്തതായിരുന്നു എന്നതാണ് നാലാമത്തെ കാരണം. ഈ അവസരത്തിൽ ധോണിയുടെ വാക്കുകളിൽ ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത് സഞ്ജു സാംസണെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത പരാമർശമായിരുന്നു. ഋതുരാജിനു പകരം സഞ്ജുവിനെ പോലൊരു അനുഭവസമ്പന്നനും തന്ത്രശാലിയുമായ കളിക്കാരനായിരുന്നു ഇന്ന് ചെന്നൈയെ നയിച്ചിരുന്നതെങ്കിൽ ഈ മത്സരത്തിന്റെ വിധി തീർച്ചയായും മറ്റൊന്നായിരുന്നു എന്ന് ധോണി തുറന്നടിച്ചപ്പോൾ പ്രസ് കോൺഫറൻസ് അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായി. കളിക്കാരിൽ മത്സരം വിജയിക്കണമെന്ന വാശിയോ ആവേശമോ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും വെറുമൊരു ചടങ്ങ് തീർക്കാൻ വേണ്ടി മാത്രമാണ് അവർ മൈതാനത്തിറങ്ങിയതെന്ന് തോന്നിപ്പിച്ചതെന്നതാണ് അഞ്ചാമത്തെ കാരണം. നന്ദ്രെ ബർഗറിന്റെ വേഗതയ്ക്കും ജോഫ്ര ആർച്ചറുടെ ബൗൺസറുകൾക്കും മുന്നിൽ ലോകോത്തര ബാറ്റർമാർ പോലും ഭയന്നു വിറച്ചതും എതിരാളികളുടെ കണ്ണിൽ നോക്കി പോരാടാൻ കഴിയാത്തതും ആറാമത്തെ കാരണമായി അദ്ദേഹം തുറന്നടിച്ചു. T20 ക്രിക്കറ്റ് വളരെ മുന്നോട്ട് പോയിട്ടും ചെന്നൈ ടീം ഇപ്പോഴും 2010 സ്റ്റൈലിലാണ് കളിക്കുന്നത്. ആധുനിക ക്രിക്കറ്റിനാവശ്യമായ ആക്രമണോത്സാഹിത ടീമിന്റെ ചിന്താഗതിയിലില്ലെന്നതായിരുന്നു അവസാനത്തെയും ഏഴാമത്തെയും കാരണം. ധോണിയുടെ കോപം അവിടെയും അവസാനിച്ചില്ല. ഈ മന്ദഗതിയിലുള്ള മാനസികാവസ്ഥയോടും ദിശാബോധമില്ലാത്ത സമീപനത്തോടുമാണ് ചെന്നൈ ടീം കളിക്കുന്നത് തുടരുന്നതെങ്കിൽ IPL 2026 ആദ്യം പുറത്താവുന്ന ടീം ചെന്നൈ ആയിരിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. ഈ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ കോടിക്കണക്കിന് ആരാധകരുടെ വിശ്വാസം പൂർണ്ണമായും തകരുമെന്നും ഫ്രാഞ്ചൈസിയുടെ മുഖമുദ്രയായ അച്ചടക്കം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധോണിയുടെ ഈ തുറന്നുപറച്ചിൽ ചെന്നൈ ക്യാമ്പിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വരും മത്സരങ്ങളിൽ ചെന്നൈയുടെ പ്ലേയിംഗ് 11ലും തന്ത്രങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നതാണ് ഇത് നൽകുന്ന സൂചന. സുഹൃത്തുക്കളെ, ധോണി ചൂണ്ടിക്കാട്ടിയ ഈ കാരണങ്ങളെക്കുറിച്ചും സഞ്ജുവിനെ ക്യാപ്റ്റനാക്കണമെന്ന ആ ഞെട്ടിക്കുന്ന പരാമർശത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? CSK ഈ ടൂർണമെന്റിൽ നിന്ന് ആദ്യം പുറത്താവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഋതുരാജ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞ് സഞ്ജു സാംസൺ ആ സ്ഥാനം ഏറ്റെടുക്കണമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.